إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ള ജീവിതത്തിന് വേണ്ടി എല്ലാവരും അത്യധ്വാനം ചെയ്യണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുകയും സ്വർഗ്ഗലോകത്തിന് അർഹരായി തീരുകയും ചെയ്യുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുക്കേണ്ടുന്ന ഏറ്റവും വലിയ അറിവ്, നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്നവനായ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു റബ്ബുൽ ആലമീനെ കുറിച്ചുള്ള അറിവാണ്. മനുഷ്യരിൽ മഹാഭൂരിഭാഗവും അറിയാതെ പോലും ആ നിർബന്ധമായ അറിവ് തന്നെയാണ്. എല്ലാവരും അറിഞ്ഞിരിക്കൽ നിർബന്ധമാണെന്ന് പഠിപ്പിക്കപ്പെട്ട തന്റെ റബ്ബിനെ കുറിച്ചുള്ള അറിവിൽ നിന്നാണ് മഹാഭൂരിപക്ഷം ആളുകളും അറിവില്ലായ്മയും ജഹാലത്തുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് അല്ലാഹു ഏറ്റവും വെറുക്കുന്ന മഹാപാപമായ ശിർക്കിലേക്ക് അഥവാ ബഹുദൈവ ആരാധനയിലേക്ക് ജനസമൂഹം ആപതിക്കുവാനുള്ള മുഖ്യമായ കാരണം അല്ലാഹു തആല ഖുർആനിൽ രണ്ടിടത്ത് പറഞ്ഞിട്ടുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അവര് അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കാതെ പോയതാണ് കാരണം. അവര് അല്ലാഹുവിനെ കണക്കാക്കേണ്ട നിലക്ക് കണക്കാക്കിയില്ല, അറിയേണ്ട നിലക്ക് അറിഞ്ഞില്ല. അതാണ് മനുഷ്യൻ ഏറ്റവും വലിയ അബദ്ധത്തിലേക്ക്, അല്ലാഹു ഒരിക്കലും പൊറുക്കില്ലെന്ന് പറഞ്ഞ മഹാപാതകത്തിലേക്ക്, സ്വർഗം നിഷിദ്ധമാക്കപ്പെടുമെന്ന് പറയുന്ന ഭീകരമായ അവസ്ഥയിലേക്ക് തള്ളപ്പെടുവാനുണ്ടായ കാരണം. യഹൂദികളും നസറാനികളും മുശ്രിക്കുകളുമെല്ലാം അള്ളയുണ്ട് എന്ന് പറഞ്ഞു എന്നതല്ലാതെ അല്ലാഹുവിനെ വിശ്വസിക്കേണ്ടുന്ന നിലക്ക് അതിന്റെ തനതായ അർത്ഥത്തിൽ യഥാർത്ഥമായ രൂപത്തിൽ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ
അവർ മനസ്സിലാക്കുകയോ ഉൾക്കൊള്ളുകയോ ജീവിതത്തിൽ അത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുകയോ ചെയ്തില്ല എന്നതാണ് അവരുടെ പരാജയത്തിന് കാരണമായത്. നാം ആ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടവരാണ്. ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ സ്ഥിതിഗതികളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വലിയ വ്യത്യാസമൊന്നും കാണാനില്ല. അല്ലാഹു എന്ന ഒരു കേട്ടുകേൾവി പലർക്കുമുണ്ട്. അള്ളയാണ് റബ്ബ്, അള്ളയാണ് ഖാലിഖ്, റാസിഖ് എന്നൊക്കെ അവർ കേട്ടിട്ടുണ്ടെങ്കിലും അല്ലാഹുവിനെ അറിയേണ്ട നിലക്ക് നമ്മളെല്ലാം അറിഞ്ഞിട്ടുണ്ടോ? പഠിക്കേണ്ട നിലക്ക് നമ്മളെല്ലാം അവനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത് വളരെയേറെ ഗൗരവബുദ്ധ്യ നമ്മുടെയൊക്കെ മനസ്സുകളിൽ എന്നും നിലനിൽക്കേണ്ടുന്ന ഒരു ബോധമാണ്. അല്ലാഹുവിനെ അറിയുവാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് അവന്റെ നാമങ്ങൾ. ഒരാളെ നമ്മൾ മനസ്സിലാക്കാറുള്ളത് അയാളുടെ പേരുകളിലൂടെ ആണ്. പക്ഷേ സൃഷ്ടികളുടെയൊക്കെ പേരുകൾ ആ പേരുകളോട് കൂറുപുലർത്തുന്നവ ആയിക്കൊള്ളണം എന്നില്ല. നമ്മുടെ തന്നെ സുപരിചിതമായ അനുഭവങ്ങളിലുണ്ട്. വളരെ വിരൂപനായ ആളുകൾക്ക് സുന്ദരൻ എന്ന പേരുണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ ജമീൽ എന്ന പേരുണ്ടാകാറുണ്ട്. വളരെ സ്വഭാവം ദോഷമുള്ള ഒരു മനുഷ്യനെ പക്ഷേ വിനയൻ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. അങ്ങനെയൊക്കെ പേരുകളും ആളുടെ സ്വഭാവവും പ്രവർത്തനങ്ങളും രൂപഭാവങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തതാണ് സൃഷ്ടികളിൽ പലരുടെയും നാമങ്ങൾ. എന്നാൽ സർവശക്തനായ റബ്ബ്, ആ റബ്ബിനെ മനസ്സിലാക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് അല്ലാഹുവിന്റെ വൈവിധ്യമാർന്ന നാമങ്ങൾ ശരിക്കും അറിയുക എന്നത്. അല്ലാഹുവിന്റെ ഓരോ യോമകളും അവന്റെ ഓരോ പേരുകളും അവനുള്ള പ്രശംസയാണ്, അവന്റെ മഹത്വത്തെ അറിയിക്കുകയാണ്, അവന്റെ കഴിവുകളെ അറിയിക്കുകയാണ്, അവന്റെ ശ്രേഷ്ഠതയെ നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. ആ പറഞ്ഞതെല്ലാം 100% അതിന്റെ പരിപൂർണമായ അർത്ഥത്തിൽ അവനിൽ നിലനിൽക്കുന്ന ഗുണങ്ങളാണ്. ആ നിലക്ക് അല്ലാഹുവിന് ധാരാളം നല്ല നല്ല നാമങ്ങളുണ്ട്. അത്രയും നല്ല നാമങ്ങൾ സൃഷ്ടികളിൽ ഒരാൾക്കും ഇല്ല, സൃഷ്ടികളിൽ ഒരാൾക്കും അത് പറയപ്പെടാനും പാടുള്ളതല്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവിന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. അല്ലാഹുവിന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ഏതാണെന്ന്, എത്ര എണ്ണമുണ്ട് എന്ന് ചില ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള, അവിടുന്ന് പറഞ്ഞിട്ടുള്ള സഹീഹായ ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി 99 ഇസ്മൻ മിഅതൻ ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്നഹ. നിശ്ചയം അല്ലാഹുവിന് 100 അല്ല, -1 ഒന്ന് പുറത്ത് 99 നാമങ്ങളുണ്ട്. ആരെങ്കിലും അത് കൃത്യമായി സൂക്ഷ്മതയോടെ മനഃപ്പാഠമാക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്താൽ, അത് സൂക്ഷിച്ചാൽ, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹുവിന് ഈ ഹദീസിൽ 99 നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞത്, ഇത് കൃത്യമായി അല്ലാഹുവിന് ഇത്ര നാമങ്ങളെ ഉള്ളൂ എന്നാരും ഇതിൽ നിന്ന് തെറ്റിദ്ധരിക്കരുത് എന്നാണ്. പ്രത്യേകം എടുത്തു പറയപ്പെട്ട ഒരു 99ന്റെ കണക്കിൽ പറഞ്ഞു എന്നതല്ലാതെ 99 നാമങ്ങളെ അല്ലാഹുവിനുള്ളൂ എന്നതിനർത്ഥമില്ല. മറിച്ച് അവൻ അനുയോജ്യമായ നിലക്കുള്ള അവന്റെ വേദഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചു തന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പഠിപ്പിച്ചു തന്നതും, അതുപോലെ തന്നെ അതല്ലാതെ അവന്റെ പ്രത്യേകമായ അറിവിൽ തന്നെ അവിടെ ഒതുക്കി നിർത്തിവെച്ചിട്ടുള്ളതും ഒരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ലാത്തതുമായ പേരുകൾ വേറെയുമുണ്ട് എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും അതിവിശിഷ്ടമായ ഉത്തമമായ നാമങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീനുണ്ട്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ഈമാൻ ശക്തി കൂടും, നമ്മുടെ ഈമാനിന് പവർ കൂടും. അല്ലാഹുവിനെ ശരിക്ക് അല്ലാഹുവിന്റെ ചില നാമങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹശ്റിൽ 22 മുതൽ 24 വരെയുള്ള ആയത്തുകളിൽ ചില നാമങ്ങൾ അല്ലാഹു തആല തുടർച്ചയായി പറയുന്നുണ്ട്.
ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദത്തി ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ധാരാളം നാമങ്ങൾ ഈ ഒരു രണ്ടായത്തുകളിലൂടെ അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതല്ലാത്തതുമായ ഒട്ടേറെ നാമങ്ങൾ ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നാമങ്ങളൊക്കെ ശരിക്ക് അതിങ്ങനെ പലരും മനസ്സിലാക്കിയത് ആ പേരുകളൊക്കെ എഴുതി ചില്ലുകൂട്ടിലാക്കി വീടുകളിൽ ഇങ്ങനെ ചുമരികളിൽ ബർക്കത്തിന് തൂക്കിയിടാനുള്ളതാണ് എന്നാണ്. അല്ല, അത് ശരിക്കും മനസ്സിലാക്കണം. ആ നാമങ്ങൾ മൻഹ്വാഹ, ആരെങ്കിലും അത് ശരിക്കും മനഃപ്പാഠമാക്കിയാൽ, അതായത് മൻ അദ്ദഹാ വഅസ്മഹാ وقدر على تحقيق معناها في سلوكه وألزم نفسه بواجبها. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ആ നാമങ്ങളൊക്കെ എന്താണെന്ന് ആദ്യം അറിയണം. എന്നിട്ട് ആ നാമങ്ങളുടെ അർത്ഥമറിയണം. എന്നിട്ടതിന്റെ ആശയമറിയണം. എന്നിട്ടതിൽ അടിയുറച്ച് വിശ്വസിക്കണം. എന്നിട്ടത് തന്റെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കണം. ഉദാഹരണം അല്ലാഹു റഹ്മാനാണെന്ന് പഠിച്ചാൽ, അല്ലാഹു റഹീമാണെന്ന് പഠിച്ചാൽ, ഏറ്റവും അധികം കരുണയുള്ളവനാണ് എന്റെ റബ്ബെന്ന് ഞാൻ ആദ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ മനസ്സിന് സമാധാനം കിട്ടണം. എന്റെ റബ്ബ് എന്നോട് ഏറ്റവും കരുണയുള്ളവനാണ്, അവൻ വദൂദാണ്, അവനേറെ സ്നേഹമുള്ളവനാണ്, അവൻ എന്റെ കാര്യങ്ങൾ എന്നേക്കാൾ അറിവുള്ളവനാണ്. ഈ ലോകത്ത് അവനെപ്പോലെ എന്നോട് കരുണയുള്ള ഒരാളുമില്ല. അതുകൊണ്ട് എനിക്ക് അവനോടടുക്കാൻ ഇടയാളന്മാർ ആവശ്യമില്ല. എനിക്ക് അവനോടെന്തും നേരിട്ട് പറയാം. എന്റെ റബ്ബ് എന്നെ കുറിച്ച് ഏറ്റവും അറിയുന്നവനാണ്, അവൻ എന്നോട് കാരുണ്യമുള്ളവനാണ്, അവൻ എന്നോട് വാത്സല്യമുള്ളവനാണ്, അവൻ സമീആണ്, അലീമാണ്, ബസീറാണ്, ഖദീറാണ്, മുജീബാണ്, അതേ എല്ലാത്തിനും വിട്ടുപൊറുക്കുന്ന അഫ്വാണ്, ഗഫൂറാണ്, വദൂദാണ്, ഖഹാറാണ്, ജബ്ബാറാണ്, മലിക്കാണ്. അതുപോലെ തന്നെ അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ അസീസ്, അൽ ജബ്ബാർ, അൽ മുതകബ്ബിർ, അൽ ബാരി, അൽ ഖാലിഖ്, അൽ മുസവ്വിർ. ഇങ്ങനെ ധാരാളം നാമങ്ങൾ. ഇതൊക്കെ അർത്ഥം എന്താണെന്ന് ശരിക്കും നമ്മളങ്ങ് പഠിച്ചു വെക്കുമ്പോ നമ്മുടെ മനസ്സിൽ റബ്ബിനെ കുറിച്ചുള്ള മഹത്വം കൂടുകയാണ്. എന്റെ റബ്ബിനെ പോലെ എന്നോട് കരുണ ചെയ്യുന്നവരില്ല, അതുകൊണ്ട് എനിക്ക് നിരാശപ്പെടേണ്ടതില്ല. എന്റെ റബ്ബ് ഞാൻ എത്ര തന്നെ തെറ്റുകൾ എന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിലും അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നബിയിലൂടെ നബിയെ പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വദേഹങ്ങളോട് തന്നെ കണക്കല്ലാത്ത പാപങ്ങൾ ചെയ്തുകൊണ്ട് അക്രമം പ്രവർത്തിച്ചിട്ടുള്ള ആളുകളോട് പറഞ്ഞേക്കൂ പ്രവാചകരെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അള്ളാന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മളങ്ങ് വിശ്വസിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് നമ്മോട് പറയുന്നത്, ലാ തഖ്നതൂ, നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങളുടെ ആശ മുറിഞ്ഞു പോകരുത്. ദുർറഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങളുടെ ആശ മുറിഞ്ഞു പോകരുത്. റബ്ബ് പൊറുക്കൂലേ? അല്ലാഹ് പൊറുക്കൂല എന്ന് തോന്നരുത്, പൊറുക്കും. അവൻ ഗഫൂറാണ്. അവനൊരിക്കലും നിന്നെ കൈവിടില്ല, അവനൊരിക്കലും നിന്നെ വെറുതെയാക്കില്ല. അവനോട് എത്ര തന്നെ ചോദിച്ചാലും അതവന് ഇഷ്ടമാണ്. അവരിലേക്ക് നീട്ടുന്ന കൈകളെ അവൻ തട്ടിക്കളയൂല. അവൻ അത്രത്തോളം വാത്സല്യനിധിയാണ്. എന്നിങ്ങനെ റബ്ബിനെ കുറിച്ചുള്ള ബോധം, മഹത്വവും അവന്റെ മനസ്സിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്കുണ്ടാകാറുണ്ടോ പ്രിയമുള്ളവരെ? അല്ലാണ്ട് ആ നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുപോലെ തന്നെ റബ്ബിനെ കുറിച്ചതാ
അവൻ ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയുന്നവനാണ്. ഒന്നാമത്തെ ആയത്തിൽ നിങ്ങൾ കേട്ടെടുത്ത് റബ്ബിനെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ? അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനൊഴികെ ഒരാരാധ്യനുമില്ല. ആലിമുൽ ഗൈബി വശ്ശഹാദ, മറഞ്ഞതും തെളിഞ്ഞതും ഒരുപോലെ അറിയുന്നവൻ. ഹുവർ റഹ്മാനുർ റഹീം, പരമകാരുണികൻ കരുണാനിധിയുമായിട്ടുള്ളവൻ. ആലിമുൽ ഗൈബി വശ്ശഹാദ, ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയുന്നവനാണ് അല്ലാഹ്. ഇത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യരിൽ ശിർക്ക് സംഭവിക്കൂല. കാരണം അദൃശ്യം അറിയുന്നവൻ, ദൃശ്യവും അദൃശ്യവും ഒക്കെ ഒരുപോലെ അറിയുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ റബ്ബല്ലാതെ ഈ ലോകത്ത് ഒരു ശക്തിയുമില്ല. മനുഷ്യന്റെ കാഴ്ചക്ക് പരിധിയുണ്ട്, മനുഷ്യന്റെ കേൾവിക്ക് പരിധിയുണ്ട്, മനുഷ്യന്റെ അറിവിന് പരിധിയുണ്ട്. അറ്റവും പരിധിയും പരിമിതികളുമില്ലാത്ത കേൾവിയുടെയും കാഴ്ചയുടെയും അറിവിന്റെയും കഴിവിന്റെയും ഉടമ അത് അല്ലാഹു മാത്രമാകുന്നു. അവനെപ്പോലെ കാണുന്നവരില്ല, അവനെപ്പോലെ കേൾക്കുന്നവരില്ല, അവനെപ്പോലെ അറിയുന്നവരില്ല. അല്ലാഹുവിന്റെ കേൾവിയുടെ പ്രത്യേകത മനുഷ്യനെ കുറിച്ചും ഖുർആനിൽ സമീഅെന്ന് പറഞ്ഞിട്ടുണ്ട്, ബസീർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ പരിശുദ്ധ ഖുർആനിൽ കാണാം, ഹല്ലത്താലിൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. നാം അവനെ സമീഅൻ ബസീറുമാക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹ് പറയുന്നത് മനുഷ്യനെ കുറിച്ചാണ്. റബ്ബിനെ കുറിച്ചും സമീഅൻ ബസീർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ രണ്ട് കേൾവിയുടെയും അറിവിന്റെയും കാഴ്ചയുടെയും വ്യത്യാസം? ഇവിടെയാണ് ആളുകൾക്ക് തെറ്റിപ്പോയത്. ഇവിടെയാണ് അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട മുറക്ക് മനസ്സിലാക്കിയില്ലെന്ന് യഹൂദികളെക്കുറിച്ച്, മുശ്രിക്കുകളെക്കുറിച്ച്, നസറാനികളെക്കുറിച്ച് ഖുർആൻ ആക്ഷേപിച്ചത്. ഇതാണ് മുസ്ലിം സമുദായത്തിൽ പലർക്കും സംഭവിച്ചതും. അല്ലാഹുവിന്റെ കേൾവി പോലെ സൃഷ്ടികൾക്കും കേൾവിയുണ്ടെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. അവിടെയാണ് കുഴപ്പം പറ്റിയത്. ഉള്ള ഖുർആനിൽ സമീഅൻ ബസീറാൻ മനുഷ്യനെ കുറിച്ച് പറഞ്ഞ മനുഷ്യന്റെ കേൾവിക്ക് പരിധിയുണ്ട്. എനിക്ക് ഈ മറക്കപ്പുറത്തുള്ളത് കാണാൻ കഴിയൂല, നിങ്ങൾക്കും കാണാൻ കഴിയൂല. എനിക്ക് നിങ്ങളുടെ കൽബ് കാണാൻ കഴിയൂല, നിങ്ങൾക്ക് എന്റെ കൽബും കാണാൻ കഴിയൂല. എനിക്ക് ഈ മറക്കപ്പുറത്ത് നിന്ന് എന്റേതായ എന്റെ കർമ്മകുടങ്ങൾക്കൊരു പരിധിയുണ്ട്. അതിലേക്കുള്ള ശബ്ദ തരംഗങ്ങളുടെ ആ വേഴ്സുകളെ, ആ തരംഗങ്ങളെ ഏറ്റെടുക്കുവാൻ എനിക്ക് എന്റെ സൃഷ്ടിപ്പിൽ എന്റെ റബ്ബ് നൽകിയ ഒരു പവറുണ്ട്. ആ പവറിനപ്പുറം കേൾക്കാൻ എനിക്ക് കഴിയൂല. റബ്ബ് അങ്ങനെയല്ല. അവന്റെ കേൾവി അറ്റമില്ലാത്ത കേൾവിയാണ്, പരിധിയില്ലാത്ത കാഴ്ചയാണ്, പരിമിതികളില്ലാത്ത കഴിവിന്റെ ഉടമയാണ്. ആ നിലക്ക് റബ്ബിന്റെ മുഴുവൻ സമ്പൂർണമാണ്. അതേപോലെ തന്നെ നമ്മൾ അല്ലാഹുവേ രക്ഷിക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ നമ്മുടെ മനസ്സിൽ എന്താണ് വിശ്വാസം? എന്റെ റബ്ബ് സമീഅ ആയതുകൊണ്ട് എല്ലാം കേൾക്കും. ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും എന്റെ റബ്ബ് കേൾക്കും. ഞാൻ എവിടെ വെച്ച് വിളിച്ചാലും എന്റെ റബ്ബ് കാണും. ഇനി എനിക്ക് സംസാരിക്കാൻ ശേഷിയില്ലാത്തവരാണ് ഞാനെങ്കിലും എന്റെ മനസ്സുകൊണ്ട് ഞാൻ എന്റെ റബ്ബിന് ഒരു വിളിയുണ്ട്. അതല്ലേ നാവ് കൊണ്ട് സംസാരിക്കാനാവാത്ത, ആ നിലക്ക് സംസാരശേഷിയില്ലാത്ത മൂകന്മാരും പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ആ പ്രാർത്ഥിക്കുന്നവന്റെ ഒറ്റയല്ലല്ലോ കേൾക്കുന്നത്, അവന്റെ ഹൃദയത്തിന്റെ വികാരം അതറിയുവാനും റബ്ബിനെ കഴിയുകയുള്ളൂ. ആ നിലക്ക് പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹ് മാത്രമാണ്. ഇത് മറ്റൊരാളിലുണ്ടെന്ന് വിശ്വസിച്ചാലോ, അതേ റബ്ബേ രക്ഷിക്കണേ എന്ന് പറയും പോലെ മറ്റൊരു ശക്തിയെ വിളിച്ചുകൊണ്ട് തേടുമ്പോ ഇന്ന ശൈഖേ രക്ഷിക്കണേ, അതുപോലെ തന്നെ ഇന്നയാളെ എന്നിങ്ങനെ മരിച്ചുപോയവരെ, അതേ ആ നിലക്കുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് സങ്കടം പറയുമ്പോ ആ പ്രാർത്ഥിക്കുന്നവന്റെ, തേടുന്നവന്റെ മനസ്സിലെ വിശ്വാസം, ഞാൻ വിളിച്ചപ്പോൾ മഹാനവറുകൾ കേട്ടിട്ടുണ്ട്, എന്നെ കാണുന്നുണ്ട്, എന്നെ അറിയുന്നുണ്ട്. അങ്ങ് കാതങ്ങൾ കടലേയുള്ള ഒരു രാജ്യത്ത് മറപെട്ട് കിടക്കുന്ന മരിച്ചുപോയ മഹാത്മാവാണെങ്കിലും എന്നെ ഇപ്പോഴും കാണുകയാണ്, എന്നെ കേൾക്കുകയാണ്. എന്റെ മനസ്സിലെ വികാരം
താരങ്ങളെപ്പോലും ഒരു കുപ്പിയിലുള്ള ദ്രാവകത്തെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നാം ഇപ്രകാരം കണ്ട് മനസ്സിലാക്കുന്നുവോ, അതുപോലെ നമ്മുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ ആ മഹാത്മാവ് കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്ത് സഹായത്തിനെത്തും, എനിക്ക് കാവൽ നൽകും, എനിക്ക് അഭയം നൽകും. ഈ വിശ്വാസത്തോടെയാണ് റബ്ബല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തേ അയാൾ ആ ശിർക്കിലേക്ക് പോകാൻ കാരണം? അയാൾ അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതിലേക്ക് മനസ്സിലാക്കിയില്ല. അള്ള കാണും പോലെ കാണുന്നവരുണ്ടെന്ന് വിശ്വസിച്ചു, അള്ള കേൾക്കും പോലെ അർത്ഥമില്ലാത്ത കേൾവിയുള്ളവരുണ്ടെന്ന് വിശ്വസിച്ചു. അപ്പൊ റബ്ബിനെ പോലെ തലകാല വ്യത്യാസമില്ലാതെ, ശബ്ദ വ്യത്യാസമില്ലാതെ, എല്ലാം കാണാനും കേൾക്കാനും അറിയാനും അടുക്കെ അകലെയുള്ള വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാം കാണാനും അറിയാനും കേൾക്കാനും കഴിവുള്ള മറ്റു ശക്തികളുമുണ്ടെന്ന വിശ്വാസത്തിൽ മനുഷ്യൻ ആപതിച്ചു പോയപ്പോൾ അവനതാ പലരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടെയാണ് മനുഷ്യന്റെ അബദ്ധം സംഭവിച്ചത്. അപ്പൊ അള്ളാന്റെ ഒരു പേര് പഠിച്ചാന്ന് വെച്ചാൽ, അള്ള കൊനിയാന്ന് പഠിച്ചു വെച്ചാൽ അതിൽ ഉറച്ചു നിന്നോളണം. അള്ള ബസീറാണെങ്കിൽ ഞാൻ പഠിച്ചാൽ പിന്നെ അതിൽ ഉറച്ചു നിന്നോളണം. എന്താ അതിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ, എന്റെ റബ്ബിനെ പോലെ കേൾക്കുന്നവരില്ല എന്ന് ഞാൻ വിശ്വസിച്ചാൽ, എന്റെ റബ്ബിനെ പോലെ കാണുന്നവരില്ല എന്ന് ഞാൻ വിശ്വസിച്ചാൽ, എന്റെ റബ്ബ് അറിയും പോലെ അറിയുന്നവരില്ല എന്ന് ഞാൻ വിശ്വസിച്ചാൽ എനിക്കതിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. ഉറച്ചു നിന്നിട്ടില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കും എന്റെ റബ്ബ് കേൾക്കും പോലെ കേൾക്കുന്നവർ വേറെയുണ്ട്, കാണുന്നവർ വേറെയുണ്ട്, അറിയുന്നവർ വേറെയുണ്ട്. അതുകൊണ്ട് അവരോട് പറഞ്ഞാലും അവർ കാര്യം നേടിത്തരും, എന്നെ സംരക്ഷിക്കും, എനിക്ക് കാവൽ തരും എന്ന വിശ്വാസത്തിലേക്ക് അത് പതിച്ചു പോകും. ഇതാ ഇവർക്ക് സംഭവിച്ച കുഴപ്പം. അല്ലാഹുവിന്റെ ഒരു നാമമാണ് ഷാഫി. ഷാഫി, എന്താ ഷാഫി എന്ന് പറഞ്ഞാൽ സുഖം നൽകുന്നവൻ. അല്ലാഹു മാത്രമാണ് സുഖം നൽകുന്നവൻ. ആ സുഖം നൽകുവാൻ അല്ലാഹു തആല ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാരണങ്ങളെ സമീപിക്കാം. നമുക്ക് അല്ലാഹു നിശ്ചയിച്ചതാണ് ഭൗതികമായ മരുന്നുകൾ. രോഗം മാറാൻ നമുക്ക് സമീപാക്കാവുന്ന ഭൗതികമായ മരുന്നുകൾ. അതുപോലെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് ചില മന്ത്രങ്ങൾ. അതും അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള കാരണങ്ങളാണ്. ഈ കാരണങ്ങളെ നമുക്ക് സമീപിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രോഗിയുടെ സമീപത്തെത്തിയാൽ അതാ അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ജനങ്ങളുടെ രക്ഷിതാവേ, എല്ലാം നീ ജനങ്ങളെ അതേ പ്രയാസങ്ങളെ നീ നീക്കിക്കളയണേ അല്ലാഹ്. നീ സുഖം നൽകണേ. അൻത ശാഫി, നീ മാത്രമാണ് സുഖം നൽകുന്നവൻ. അള്ള മാത്രം സുഖം നൽകുന്നവൻ. അതുകൊണ്ട് ശിഫാ അല്ലാ യുഗാദിറു സഖമാ, ഒരു വേദനയും ബാക്കിയാകാത്ത നിലയ്ക്ക് നീ ശമനം നൽകണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കിടക്കുമ്പോ അതേ ഇറങ്ങി വന്നുകൊണ്ട് മന്ത്രിക്കുന്നു, ബിസ്മില്ലാഹി അർഖീക്, അല്ലാഹുവിന്റെ നാമത്തിൽ നബിയേ താങ്കൾക്ക് വേണ്ടി ഞാൻ മന്ത്രം നടത്തുന്നു. മന്ത്രിക്കാനേ ജിബ്രീലിന് കഴിയൂ. അതേ ജിബ്രീൽ അലൈഹിസ്സലാം ആ പ്രാർത്ഥനയുടെ ബാക്കി പറയുന്നുണ്ട്, അല്ലാഹു യശ്ഫീക്, സുഖം നൽകുന്നത് അള്ളയാണ്. എനിക്ക് മന്ത്രിക്കാനേ കഴിയൂ, സുഖം നൽകുന്നത് അള്ളയാണ്. ഒരു ഡോക്ടർക്ക് മരുന്ന് കുറിച്ചു കൊടുക്കാനേ കഴിയൂ, ശിഫ നൽകുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് ശിഫ നൽകാൻ വേണ്ടി ഒരാളോടും തേടാൻ പാടില്ല, ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അതുകൊണ്ട് ശൈഖേ, തങ്ങളെ, ബീവി, എന്നെ സുഖപ്പെടുത്തണേ, എന്റെ രോഗം ശിഫയാക്കണേ എന്ന ഖബറുകളിൽ ഉള്ളവരോട് അവിടെ ചൊല്ലുകൊണ്ടോ അല്ലാതെയോ ഒക്കെ തേടുന്ന തേട്ടങ്ങൾ മുഴുവനും അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമായ ശിർക്കിലേക്കാണ്, ശിർക്കാണ്. നമ്മൾ മനസ്സിലാക്കണം ഗൗരവത്തോടുകൂടി. ഇടയ്ക്ക് കുഴപ്പമെന്താ? അള്ളാഹനെ മനസ്സിലാക്കേണ്ട നിലയ്ക്ക് മനസ്സിലാക്കാതെ പോകുന്നു. അതുകൊണ്ട് എന്ത് വേണം? സർവശക്തനായ റബ്ബിനെ, അവന്റെ നാമങ്ങളിൽ വക്രീകരണം വരുത്തുന്നവരെ നീ വിട്ടുകളയണം. അള്ളാന്റെ നാമങ്ങളിൽ വക്രീകരണം വരുത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പറ്റി പറയാൻ പാടില്ലാത്തത് പറയാ. യഹൂദികൾ അള്ളാഹിനെ പറ്റി ഫഖീറാണ് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ഫഖീറുൻ, അല്ലാഹ് ഫഖീറാണ്. നഹ്നു അഗ്നിയ, ഞങ്ങളൊക്കെ സമ്പന്നരാണ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പറഞ്ഞ അള്ളാഹിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്ക് മകനുണ്ട്, അള്ളാഹ്ക്കില്ലാത്ത പേര് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് അത് പിതാവാണ്, ക്രൈസ്തവർ വിശ്വസിക്കുന്നുണ്ട്. പിതാവാണ് അത് എന്ന പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ പോലെ വേറെയുള്ളവർക്കും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിന്റെ നാമങ്ങളിൽ മറ്റുള്ളവരെ പങ്കുചേർത്തവരുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലൂടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഹൽ തഅലമു ലഹു സമീയ,
ഹൽ തഅലമു ലഹു സമീയ, ഹൽ തഅലമു ലഹു, നീ ആ റബ്ബിനെ നിനക്ക് അറിയാമോ? സമീയ, പേരൊത്തവൻ, അവന് തുല്യനായ പേര് ഈ നിലക്ക് കൃത്യമായി അല്ലാഹുവിനെ സംബന്ധിച്ച് ശരി ജീവിതത്തിൽ പിന്നെ നിരാശയൊന്നും ഉണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല, ചെയ്തവരും സമാധാനം ഉണ്ടാവും. എന്റെ റബ്ബ് പുറത്തു വരും, ഞാൻ അവനോട് തേടുക. എന്റെ റബ്ബ് ഹലീമാണ്, എന്റെ റബ്ബ് റഹ്മാനാണ്, എന്റെ റബ്ബ് റഹീമാണ്, എന്റെ റബ്ബ് വദൂദാണ്. അതിന്റെ അർത്ഥം അതൊക്കെ അവന് 100% സമ്പൂർണ്ണമായി അവന് യോജിക്കുന്ന നാമങ്ങളാണ്. അതൊക്കെ നമ്മൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കണം. അതിന് മുസ്ലിമീങ്ങൾക്ക് അതിന് നേരുണ്ടോ? മുസ്ലിമീങ്ങൾ അള്ളാഹിനെ കുറിച്ച് പഠിച്ചോ? അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ വളരെ കൃത്യമായി അതിന്റെ അർത്ഥവും ആശയവും വിശദീകരിക്കുന്ന ഭാഷണങ്ങളുടെ സീഡികളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. അന്വേഷിച്ച് നിങ്ങൾ കൃത്യമായി തന്നെ അള്ളാഹിനെ കുറിച്ച് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കുക. നമുക്ക് ഏറ്റവും വലിയ ആ അറിവാണ് ഖബറിൽ രക്ഷ നൽകുന്നത്, ആ അറിവാണ് പരലോകത്ത് രക്ഷ നൽകുന്നത്. അത്രത്തോളം വലിയ ഒരു അറിവ് വേറെ ഇല്ല. അതുകൊണ്ട് കൃത്യമായി റബ്ബിനെ കുറിച്ചുള്ള അറിവുകൾ കിട്ടാൻ ആവുന്നത്ര പരമാവധി പരിശ്രമിച്ചുകൊണ്ട് ആ നാമങ്ങൾ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ അല്ലാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിലാക്കി തീർക്കുവാൻ നാം ഏവരും പരിശ്രമിക്കുക. സർവശക്തൻ നമ്മെ അതിന് തുണക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين. اتقوا الله عباد الله. അല്ലാഹുവേ സൂക്ഷിച്ച് ജീവിക്കണേ. സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ നാമങ്ങൾ ശരിക്കും മനസ്സിലാക്കിയവർക്ക് തഖ്വ കൂടും എന്നാണ് നമ്മൾ പറഞ്ഞത്. സർവശക്തനായ റബ്ബിനെ പോലെ കാണുന്നവരില്ല, കേൾക്കുന്നവരില്ലെന്ന് പറയുമ്പോൾ മറ്റൊരാളും അല്ലാഹുവിനെ പോലെ കാണുകയും കേൾക്കുകയുമില്ല എന്ന ഉറച്ച വിശ്വാസമുണ്ടാകുന്നവൻ ശിർക്കിലേക്ക് പോകില്ല എന്ന് നമ്മൾ പറഞ്ഞതുപോലെ അതിനൊരു മറുവശം കൂടിയുണ്ട്. റബ്ബ് എല്ലാം കാണുന്നു, കേൾക്കുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എന്നെ നിയന്ത്രിക്കാൻ മറ്റൊരാൾ ആവശ്യമില്ല. അല്ലാഹുവിനെ അറിഞ്ഞാലുള്ള പവറാണ്. എന്നെ നിയന്ത്രിക്കാമെന്ന് എന്റെ വാപ്പ വേണ്ട. ധൈര്യമായി എന്റെ വാപ്പക്കും ഉമ്മക്കും എന്നെ എവിടെയും വിടാം. ധൈര്യമായി ആർക്കും എന്നെ സംബന്ധിച്ച് ഒരാൾക്കും അവനവനെ സംബന്ധിച്ച് വളരെയേറെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകാം. എപ്പോ അവര് റബ്ബ് എന്നെ കാണുന്നുണ്ട്, എല്ലാം കാണുന്ന ഒരു റബ്ബിന്റെ കൂടുണ്ട് എന്ന് വിശ്വസിച്ചാൽ, എല്ലാം കേൾക്കുന്ന ഒരു റബ്ബുണ്ട്, എല്ലാം അറിയുന്ന ഒരു റബ്ബുണ്ട്. നമ്മൾ എപ്പോഴും പറയാറില്ലേ, എല്ലാ കണ്ണുകൾക്കും മയക്കവും ഉറക്കവുമുണ്ട്. എന്റെ റബ്ബ് മയങ്ങൂല, ഉറങ്ങൂല, എപ്പോഴും എന്നെ നിരീക്ഷിക്കും. 24 മണിക്കൂറും നിങ്ങൾ നിരീക്ഷണത്തിലാണെന്ന് നിങ്ങൾക്കൊരു ബോധം കിട്ടിയാൽ, ഒരു സൂചന കിട്ടിയാൽ നിങ്ങൾ എത്ര സൂക്ഷ്മതയുള്ളവരാകും. ഇന്ന് രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടതികളിലുണ്ട്, കോടതി മുറികളിൽ, സർക്കാർ സ്ഥാപനങ്ങളിൽ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ, വലിയ ഷോപ്പിംഗ് മാളുകളിൽ, അതുപോലെ തന്നെ റോഡുകളിൽ ഒക്കെ പലപ്പോഴും മുന്നറിയിപ്പുണ്ടാകാറുണ്ട്. 24 മണിക്കൂറും നിങ്ങൾ നിരീക്ഷണത്തിലാണ്. ആ ബോർഡ് വായിച്ചാൽ പിന്നെ എല്ലാവർക്കും ബേജാറാണ്. പിന്നെ എന്താ വളരെ സൂക്ഷ്മത. പിന്നെ നിയമത്തിനെതിരെ ആരും ഒന്നും ചെയ്യൂല. വണ്ടി ഓടിക്കുമ്പോൾ അവിടത്തെ ചവിട്ടി. ഓരോ സ്ഥലത്തും വളരെ കൃത്യാന്ത. നിങ്ങളിപ്പോൾ നിരീക്ഷണത്തിലാണ്. 24 മണിക്കൂറും നിങ്ങൾ സമ്പൂർണ്ണ നിരീക്ഷണത്തിലാണ്. നോക്കിക്കൊണ്ടിരിക്കുന്ന ക്യാമറ, ആ ക്യാമറക്കും തെറ്റുപറ്റും. ആ നിരീക്ഷണത്തിലും തെറ്റുകൾ സംഭവിക്കും. പക്ഷേ സർവശക്തനായ റബ്ബ്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ റബ്ബ് പതിയിരുന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളെ ഹൃദയാന്തരാളങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചവയെ പോലും അവൻ അറിയുന്നു എന്നാണ് റബ്ബ് പറയുന്നത്.
ലോകത്ത് ഒരു കൃത്യമായ ഏത് ടെക്നിക്കൽ ഏതൊരു രൂപത്തിലുള്ള അധുനാതന സംവിധാനങ്ങൾ എടുത്തു നോക്കിയാലും മനുഷ്യന്റെ കൽബ് കാണാൻ ഒരു സംവിധാനവും ലോകത്തിൽ ഇല്ല, കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, ഇനി കണ്ടുപിടിക്കപ്പെടുകയുമില്ല. അത് റബ്ബിന്റെ കുത്തക തന്നെയാണ്. അത് അവന് മാത്രം അറിവുള്ള അറിവാണ്. അതുകൊണ്ട് അതെല്ലാം അറിയുന്ന റബ്ബ് നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ അവന് ഉറക്കമില്ല, മയക്കമില്ല. ആകാശഭൂമികളിലുള്ളത് മുഴുവനും അവന്റെതാണ്, അവന്റെ കൺട്രോളിലാണ്, അവന്റെ നിരീക്ഷണത്തിലാണ്. ആ നിലക്ക് നമ്മൾ റബ്ബിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഹറാമ് ചെയ്യാൻ കഴിയൂല. അതാണ് അള്ളാനെ അറിയുന്തോറും പടച്ചോനെ പേടി കൂടും എന്ന് പറയുന്നത്. അങ്ങനെ അള്ളാനെ അറിയാം. അങ്ങനെ ശിർക്കിൽ നിന്ന്, വിദഅത്തുകളിൽ നിന്ന്, അശ്ലീലതകളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന്, മോശപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും സുരക്ഷയാണ് റബ്ബിനെ കുറിച്ചുള്ള ഇൽമ്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നേടിക്കഴിഞ്ഞാൽ ദുആയിരക്കുമ്പോഴൊക്കെ അവന്റെ പേരുകൾ മുൻനിർത്തിക്കൊണ്ട് വിളിക്കുക. ഓരോന്നിനോട് യോജിക്കുന്ന പേര് ചേർത്ത് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, യാ റഹീം ഇർഹംനി, റഹ്മാനായ റബ്ബേ യാ റഹ്മാൻ ഇർഹംനി, നീ എനിക്ക് കരുണ ചെയ്യണേ. യാ ഗഫൂർ ഇഗ്ഫിർലി, എന്നോട് പൊറുക്കണേ ഗഫൂറേ. യാ റാസിഖ് ഇർസുഖ്ലി, റിസ്ക് നൽകുന്നവനെ നീ എനിക്ക് റിസ്ക് നൽകണേ. യാ ശാഫി, സുഖം നൽകുന്നവനെ നീ സുഖം നൽകണേ. അതേ ഏത് കാര്യങ്ങളാണോ റബ്ബിനോട് ചോദിക്കുന്നതെങ്കിൽ അതാണ് മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ അല്ലാഹുവോട് തേടുമ്പോൾ അവരുടെ തേട്ടങ്ങളുടെ അവസാന ഭാഗത്ത് ചോദിക്കുന്ന കാര്യങ്ങളോട് യോജിച്ച അസ്മാഉൽ ഹുസ്ന കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമും പരിശുദ്ധ കഅബാലയം പടുത്തുയർത്തിയ നേരത്ത് അവർ ദുആ ചെയ്ത് ഖുർആൻ പറയുന്നുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. നീയാണ് എല്ലാം കേൾക്കുന്നവൻ, നീയാണെല്ലാം അറിയുന്നവൻ. ഞങ്ങളുടെ പ്രാർത്ഥന നീയെ കേൾക്കൂ, ഞങ്ങളുടെ ദുആ ആരും കേൾക്കൂല, ആരും കേൾക്കൂല. നിനക്കേ എന്റെ മനസ്സറിയുള്ളൂ. ഞങ്ങൾ ഈ കഅബ നിർമ്മിച്ചപ്പോൾ ഞങ്ങളെ മനസ്സിൽ رب اغفر لي وتب علي إنك أنت التواب الرحيم رب اغفر لي وتب علي إنك أنت التواب الغفور. അതേ പടച്ച റബ്ബിനോട് അതേ തൗബ ചെയ്യുമ്പോ അവരോട് പൊറുക്കലിനെ ചോദിക്കുമ്പോ അല്ലാഹുവേ നീ മാത്രമാണല്ലോ എല്ലാം പൊറുക്കുന്നവൻ, നീയാണല്ലോ എല്ലാ തൗബയും സ്വീകരിക്കുന്നവൻ. റബ്ബിനോടല്ലാതെ പാപമോചനത്തിന് തേടിയിട്ട് കാര്യമില്ല എന്ന എന്റെ ഉറച്ച വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രയാസവും വിഷമവും വരുമ്പോ അവിടുന്ന് തേടാറുള്ള തേട്ടമാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. ഹയ്യായ അല്ലാഹുവേ, ഖയ്യൂമായ അല്ലാഹുവേ, ബിറഹ്മതിക നിന്റെ റഹ്മത്തിനെ മുൻനിർത്തിക്കൊണ്ട് അസ്തഗീസു ഞാനിതാ സഹായം തേടുന്നു. അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, എന്റെ കാര്യങ്ങളെല്ലാം നീ നന്നാക്കി തരണേ. വലാ തകിൽനി ഇലാ നഫ്സി, എന്റെ കാര്യങ്ങളൊന്നും നീ എന്നെ വിട്ടുവിടരുത്. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും നിന്നെക്കുറിച്ച് ഓർമ്മയില്ലാതെ തോന്നിയത് പ്രവർത്തിക്കുന്നവരവസ്ഥയിലേക്ക് നീ എന്നെ തള്ളിവിടരുതേ റബ്ബേ. എന്തെന്ത് പ്രാർത്ഥനകൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ദുആകൾ, എല്ലാം റബ്ബിന്റെ നാമങ്ങളും അവന്റെ വിശിഷ്ടമായ പേരുകളും എടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ നീയാണെല്ലാം നൽകുന്നവൻ, നീയാണെല്ലാം തരുന്നവൻ, നീയാണ് مانع لما أعطيت ولا معطي لما منعت اللهم أنت السلام ومنك السلام تبارك يا ذا الجلال والإكرام. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചത് എല്ലാ നിസ്കാരം കഴിഞ്ഞാൽ അവിടുന്ന് പറയാറുണ്ട് അസ്തഗ്ഫിറുല്ലാഹ് 3 തവണ പറഞ്ഞാൽ അല്ലാഹുമ്മ അൻതസ്സലാം അസ്സലാമു ബിസ്മിൻ മിൻ അസ്മാഇല്ലാഹ്, അല്ലാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അസ്സലാം.
السلام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام ذو الجلال والإكرام സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അലിമു ബിയാദൽ ജലാലി വൽ ഇക്റാം യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അള്ളാന്റെ ഇസ്മുകളൊക്കെ പഠിച്ചു വെക്കുമ്പോൾ നമ്മളെ ദുആയിൽ അതിങ്ങനെ എടുത്തു പറയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ തഖ്വ കൂടും, ഖൗഫ് കൂടും, ശിർക്കിൽ നിന്ന് മുക്തമാകും, തോന്നിവാസങ്ങളിൽ നിന്ന് മാറാൻ കഴിയും. അതിനൊക്കെയുള്ള ഒറ്റമൂലി എന്താ? ഒറ്റമൂലി നീ ശരിക്കറിയണം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവില്ലാതെ ഒരു ഇലാഹില്ല. അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് അത് കിട്ടാനുള്ള സർവ്വ സംരംഭങ്ങളെയും നിങ്ങൾ തേടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ആ അറിവിലേക്ക് നിങ്ങളുടെ സജീവമായ ശ്രദ്ധ പതിയണം എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു അവനെക്കുറിച്ച് ശരിക്കും അറിഞ്ഞുകൊണ്ട് ഭക്തിയോടെ ജീവിച്ച് സ്വർഗം നേടുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. പല ആളുകളും ദുആ വസിയ്യത്ത് പറഞ്ഞവരുണ്ട്, ഹോസ്പിറ്റലുകളിലുള്ളവരുണ്ട്, വീടുകളിലുള്ളവരുണ്ട്. അള്ളാഹുവേ, അവരുടെയൊക്കെ രോഗങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നീയാണ് ഷാഫി, നീ അവർക്കെല്ലാം സുഖം നൽകണമേ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരിക്കും നീ ആഫിയത്തും സുഖവും ശിഫയും പ്രദാനം ചെയ്യണമേ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم احفظ دولة الامارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. اللهم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.